നോമ്പ് നോൽക്കുന്നയാൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് നോമ്പ് മുറിയുന്ന കാര്യമാണ്. എങ്ങനെ നമ്മുടെ നോമ്പ് മുറിയും, നോമ്പ് എങ്ങനെ നഷ്ടമാകുക, അതെല്ലാവരും പഠിക്കണം. അപ്പോഴാണ് ഞാൻ നോമ്പുകാരനാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ 70-ലധികം കാര്യങ്ങൾ എണ്ണി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 70-ലധികം കാര്യങ്ങൾ നോമ്പ് മുറിയുന്നതായിട്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽ പലതിലും തർക്കമുണ്ട്. പക്ഷേ തർക്കമില്ലാത്ത ഉറപ്പുള്ള കാര്യമാണ് ഒന്ന് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. റമദാനിൻ്റെ പകലിൽ അറിഞ്ഞുകൊണ്ട് അക്കലും ഷുർബും, ഒന്നെങ്കിൽ ഭക്ഷിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് നോമ്പിനെ മുറിച്ച് കളയുന്ന മുഫത്തിറാത്തു സിയാം എന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണ്. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു, മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, നോമ്പുകാരനാണെന്ന് അയാൾ മറന്നു. അങ്ങനെ മറന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾക്ക് ഓർമ്മ വന്നു, അയാൾ ഭക്ഷണം കഴിക്കൽ അവിടെ നിർത്തണം. എന്തായാലും കഴിച്ചില്ല, ഇനി ഫുള്ള് കഴിക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല, അയാൾ അവിടെ നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, അയാൾ ബാക്കി നോമ്പ് പൂർത്തിയാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മറന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമല്ല. മറന്നുകൊണ്ടാവണം, നമുക്കറിയാം ഞാൻ മറന്നാണോ അല്ലേ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നത് റമദാനിൻ്റെ പകലിൽ നമ്മുടെ നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളത് എന്താ? അത് ജിമാ ആണ്, ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരികമായ ബന്ധം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി താക്കി നൽകിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നോമ്പ് ആ രീതിയിൽ നോമ്പ് നഷ്ടമായ ആളുകൾക്കുള്ള ഫിദി എന്താ? ഒരു ഭാര്യയും ഭർത്താവ് റമദാനിൻ്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരാ നോമ്പിന് പകരമായി ഒരു അടിമയെ മോചിപ്പിക്കണം. അതിന് കഴിയില്ല എങ്കിൽ ഷഹ്റൈനി മുതതാബിഐൻ, 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണം. 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോക്കണം. ഒരു ഭാര്യയും ഭർത്താവ് റമദാൻ്റെ പകലിൽ ശാരീരിക ബന്ധം നടന്നാൽ 2 മാസം തുടർച്ചയായി നോമ്പ്, അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ആ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്ത് ചെയ്തു, അവർക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല. അവരുടെ വ്യക്തിപരമായൊരു കാരണം കൊണ്ട്, അല്ലാതെ ശറയ്യായ കാരണം കൊണ്ടൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് 30 ദിവസം ഒരാൾ നോമ്പ് വെക്കണം, ആ പ്രായശ്ചിത്തം അങ്ങനെ ചെയ്യാണ്, കഫാറത്ത് ചെയ്യാണ്. ഈ 30 ദിവസം നോമ്പ് നോറ്റു, 31-ാമത്തെ ദിവസത്തേക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും അവിടുന്ന് 1 മുതൽ 2 മാസം പിന്നെ നിൽക്കണം. അതാണ് ഷഹ്റൈനി മുതതാബിഐൻ, തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, 2 മാസക്കാലം നോമ്പ് നോൽക്കണം. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ഗൗരവമായി കാണണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ വന്ന് ചോദിച്ചില്ലേ നബിയെ, ഒരു യുവാവ് വന്ന് ചോദിച്ചു, നബിയെ റമദാൻ്റെ പകലിൽ എനിക്ക് എൻ്റെ ഭാര്യനെ ചുംബിക്കാൻ പറ്റുമോ? അപ്പം നബി പറഞ്ഞില്ല, പറ്റൂല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നോമ്പ് മുറിയുടെ കാര്യം എന്നല്ല ഭാര്യനെ ചുംബിക്കുക എന്നുള്ളത്. ഒരു പ്രായം ചെന്ന ആൾ വന്നു, ഒരു ഷെയ്ഖ് വന്നു എന്നാണ്. അയാൾ നബിയോട് ചോദിച്ചു, നബിയെ റമദാൻ്റെ പകലിൽ എനിക്ക് എൻ്റെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ? നബി അയാളോട് പറഞ്ഞു, ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇതെന്താ നബി, നിങ്ങൾ ഒരാളോട് പാടില്ല എന്ന് പറഞ്ഞു, വേറൊരാളോട് നിങ്ങൾ ആവാമെന്ന് പറഞ്ഞല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വികാരത്തെ പിടിച്ചു വെക്കാൻ അവന് പറ്റിക്കൊള്ളുന്നില്ല. പ്രായമുള്ളയാൾ അതല്ല, അതിൻ്റെ അർത്ഥം എന്താണ്, ചുംബിക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് അത്തരമൊരു പ്രവൃത്തി എന്ത് ചെയ്യാൻ പാടില്ല, ജിമാഇ എന്ന് പറയുന്ന ശാരീരിക ബന്ധമെന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോയാൽ അത് ഗൗരവമുള്ള കുറ്റമാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്ന പുരുഷന്മാർ, അതേപോലെ തന്നെ സ്ത്രീകൾ, വിവാഹം കഴിച്ച ആളുകൾ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് റമദാനിൻ്റെ പകലെന്ത് പാടില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞവർ നോമ്പുകാരായിരിക്കെ അവർ മെൻസസ് പീരീഡിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ നോമ്പ് എന്ത് ചെയ്യും, മുറിയും. അത് ഏത് സമയത്താണെങ്കിലും ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് ഉള്ളൂ. അപ്പോഴാണ് ഒരു സ്ത്രീ അവൾ ആർത്തവകാരിയാകുന്നത്, അവൾക്ക് മെൻസസ് രക്തം പുറത്തു വരുന്നത്, മെൻസസ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അവളുടെ നോമ്പ് മുറിയും, ഒരു സംശയമല്ല. അതുവരെ നോറ്റതിന് അള്ളാഹു അവർക്ക് കൂലി കൊടുക്കും. അത് പടച്ചോൻ്റെ പ്രകൃതമാണ്. അള്ളാഹു സ്ത്രീകൾക്ക് നിശ്ചയിച്ചു കൊടുത്ത സംവിധാനമാണ് ആർത്തവകാരിയാവുക, നിഫാസുള്ളയാളാവുക എന്നുള്ളത്. അത് പടച്ചോൻ്റെ ഫിത്രത്താണ്, അള്ളാഹിൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ്, റബ്ബുണ്ടാക്കിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ അതിലവർ നിരാശരാകല്ല വേണ്ടത്. അവർ ആ ദിവസങ്ങളിൽ നഷ്ടമാകുന്ന നോമ്പ് എന്ത് ചെയ്യണം, അവർ നോറ്റു കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ റമദാനിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റമദാൻ്റെ പകലിൽ മെൻസസ് പീരീഡിലായി ഒരു സ്ത്രീ പ്രസവിച്ചവരുടെ നോമ്പ് മുറിഞ്ഞു. എന്നാൽ ഒരാൾ റമദാനിൻ്റെ രാത്രിയിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടയാൾ സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അയാൾ കുളിച്ചിട്ടില്ല, ശുദ്ധി വരുത്തിയിട്ടില്ല, അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ? അയാൾക്ക് നോമ്പ് നോക്കാം, പ്രശ്നമൊന്നുമില്ല. കുളിക്കൽ ഷർത്ത് എന്തിനാണ്? നിസ്കരിക്കാനാണ്. ഫിഖഹിൻ്റെ മസ്അലകൾ അങ്ങനത്തെ നമ്മൾ പഠിക്കണം. സുബഹി നിസ്കരിക്കണമെങ്കിൽ അയാൾ കുളിക്കണം. അയാൾ ഭാര്യ ഭർത്താവ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാണ്, പക്ഷേ അയാൾ കുളിച്ചിട്ടില്ല, നോമ്പ് നോൽക്കാൻ എന്തല്ല, അത് തടസ്സമല്ല. അയാൾക്ക് നിയ്യത്തോടു കൂടെ നോമ്പിലേക്ക് അയാൾക്ക് പ്രവേശിക്കാം.
അതേപോലെ തന്നെ മെൻസ്ട്രസ് പീരീഡിലുള്ള ഒരു സ്ത്രീ, അവൾ ശുദ്ധിയായി, അവൾ കുളിച്ചിട്ടില്ല, അവൾക്ക് എന്ത് ചെയ്യാം? നോമ്പിലേക്ക് പ്രവേശിക്കാം. പക്ഷെ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ കുളിക്കണം. ഇങ്ങനെ നമ്മൾ ഇസ്ലാമിലെ ഫിഖഹിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ നോമ്പ് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക.